എന്താ ആ മരുന്ന് തരാൻ വന്നാണല്ലേ? അയ്യോ റെയ്ഡോ? അയ്യോ എന്റെ മനുഷ്യ, ഓ മൊബൈലിൽ കുത്തിക്കൊണ്ടിരിക്കുക. എന്താടി രാജേഷിന്റെ വീട്ടിലെ ഹെൽത്തുകാരനെ റെയ്ഡ് മനുഷ്യ. അതിനെന്താ? പോയി വീഡിയോ പിടിക്ക്. എന്തിന്? നമുക്ക് വാട്സപ്പിൽ ഇടാന്ന്. പിന്നെ വേറെ പണിയൊന്നുമില്ല. ഓ എന്റെ പൊന്നു മനുഷ്യ, വീഡിയോ വൈറലായി കഴിഞ്ഞാലേ അവന്റെ കച്ചവടം പൂട്ടിക്കെട്ടും. അങ്ങോട്ട് പോ. അല്ല സാറേ, എല്ലാം നാച്ചുറലായിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. നാച്ചുറലോ? എന്നിട്ടാ തന്റെ ഉണ്ണിയപ്പം കഴിച്ച 3 പേര് വയറിളക്കം പിടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്? അയ്യോ, അങ്ങനെ വരെ വഴിയില്ല സാർ. അവര് വേറെ വല്ലതും പുറത്തുനിന്ന് കഴിച്ചതായിരിക്കും. കഴിച്ചവരൊക്കെ നിശ്ചയം തനിക്കാണോ? അല്ല സാർ, വയറിന് കംപ്ലൈന്റ് ഉണ്ടാക്കുന്ന ഒന്നും തന്നെ നമ്മളിവിടെ ഉപയോഗിക്കാറില്ല. പിന്നെ ഓരോ ഐറ്റം കഴിയുന്നതോറും കൃത്യമായി എണ്ണ മാറ്റാറുണ്ട്. ഉണ്ണിയപ്പം ടെസ്റ്റിന് വെച്ചിട്ടുണ്ട്, റിസൾട്ട് വരട്ടെ. അതുവരെ തന്റെ ലൈസൻസ് ടെമ്പററി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടുത്തെ കുക്കിങ്ങും സെയിലും ഒക്കെ ഞാൻ പറഞ്ഞിട്ട് മതി. അല്ല സാറേ, പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞ. സന്തോഷേ, എല്ലാം ചെക്ക് ചെയ്തേ. എല്ലാത്തിനും സാമ്പിൾ എടുക്കണം കേട്ടോ. ശരി, ഒന്നും വിടാൻ പാടില്ല. സാറേ കയ്യൊന്ന് മാറ്റി. ലഡു എടുക്കണല്ലേ? അതൊക്കെ എടുക്കും. ജയലരാജേ, നമ്മുടെ അയൽത്തരം നാറി ഫുഡ് ഇൻസ്പെക്ടർ വന്നതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എല്ലാ ഗ്രൂപ്പിലും നോക്കിയോ, ഷെയർ ചെയ്തൊക്കെ നോക്കി കണ്ടാ. അതൂരി അവനൊക്കെ പക്കാടയിൽ പനാവറൊക്കെ കൊന്നാലടാ. ഒന്നും ഉണ്ടായിരുന്നു ചേട്ടാ, ആരെങ്കിലും കേട്ടാ പിന്നെ അത് മതി. ഒന്നും കലക്കാണ്ട് തന്നെ ഇങ്ങനെ കുടുംബ ഗ്രൂപ്പ്. ഹലോ സാറേ, ശരി താങ്ക്സ്. എടാ, ലാബിൽ നിന്ന് റിസൾട്ട് വന്നു. നിന്റെ ഫുഡിന് കുഴപ്പമൊന്നുമില്ലെന്ന്. പക്ഷെ ലൈസൻസിന്റെ സസ്പെൻഷൻ മാറാൻ അത് മാത്രം പോരാ. ഫുഡിന് കുഴപ്പമില്ല പിന്നെ എന്താണ്? എടാ, അസുഖം ബാധിച്ച കേസല്ലേ, ആളങ്ങനെ തട്ടിപ്പോയി അവർ തൂങ്ങേണ്ടി വരില്ലേ? സാറ് പറയുന്നത് ആ പെങ്കച്ച് ചെന്ന് വരാതില്ലെന്ന് എഴുതി കൊടുത്താ നിന്റെ ലൈസൻസ് കൊടുത്തേക്കാന്ന്. അതിനവര് വരുമോ? വരുത്തണം. ഒരു തെരേസ, പുതുപ്പറമ്പിൽ വീട്, കുമ്പളം പടിഞ്ഞാറ്. ഇപ്പോൾ ആൾ ജെസി ഹോസ്പിറ്റലുണ്ട്. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞ് സെൻഡ് ചെയ്യടി. നടപടിയായ ഞാൻ തന്നെ മേടിച്ചു തരാം ലൈസൻസ്. എന്നാ നീ വിട്ടോ, ഇത് തീർന്നില്ല, അല്ലേ ഞാനോട് വരായിരുന്നു. ഞാൻ പോക്കോളാം. ബാ. അങ്ങനെ തീരാനാ? അയാൾ കുറെ നേരമായിട്ട് പൂന്ന് ഊതിക്കൊണ്ടിരിക്കട്ടെ, തീ കത്തിക്കാൻ പറ. എന്റെ രാമേട്ടൊന്ന് ഊതി കത്തിക്കേ.